ഒന്ന് ആലോചിക്ക. ഒസലന്നൂരിനെ ഇങ്ങോട്ട് വരുത്തിയേ എന്ത് വെട്ടിത്ത അനന്തകൃഷ്ണൻ പറയണേ? ഒരു ഗ്രാമത്തെ അങ്ങനെ ഈ വാര്യത്തിന്റെ മുറ്റത്തേക്ക് വരുത്തിയേ. ലോകം തന്നെ വീടാവുമ്പോ ചിലപ്പോ അങ്ങനെയും ചെയ്യാം. വസുദൈവ കുടുംബകം പാട്ടുമുത്തച്ഛൻ പറയാറുണ്ട്. എന്ത് വെട്ടിത്ത അനന്തകൃഷ്ണൻ പറയണേ? ഒരു ഗ്രാമത്തെ അങ്ങനെ ഈ വാര്യത്തിന്റെ മുറ്റത്തേക്ക് വരുത്തിയേ. ലോകം തന്നെ വീടാവുമ്പോ ചിലപ്പോ അങ്ങനെയും ചെയ്യാം. വസുദൈവ കുടുംബകം പാട്ടുമുത്തച്ഛൻ പറയാറുണ്ട്. അങ്ങനെ പൂന്താനം തിരുമേനിയല്ലേ? അദ്ദേഹം പറയണത് പോലെ പറയാനുള്ള വിവരമൊന്നും നിക്കില്ലേ തമ്പുരാട്ടി. പക്ഷേ മനസ്സിലങ്ങനെ ചില തോന്നലുണ്ട്. ചെന്നോളെ, അമ്പലത്തില് മാല എത്തിക്കാൻ വൈകിക്കണ്ട. ഇന്നിനി ചാർത്താൻ പറ്റില്ല എന്നിട്ടോ മേൽശാന്തി പറഞ്ഞാല് തമ്പുരാട്ടിക്ക് സങ്കടാവും. പിന്നെ തമ്പുരാട്ടിയുടെ പാട്ടുമുത്തശ്ശൻ വന്ന് ആലന്റെ ചുവട്ടിൽ ചാർത്തിക്കോളാന്ന് പറയേണ്ടി വരും. ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ. അതെങ്ങനെയാ അനന്തകൃഷ്ണൻ അറിഞ്ഞത്? തമ്പുരാട്ടി ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്താ നടന്നതെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ഊഹിച്ച് പറഞ്ഞേ ഉള്ളൂ. അത് ശരി. ചെന്നോളെ, ഇന്ന് കണ്ണനെ ഇത്തിരി വഴക്ക് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കണു ഞാൻ. അത് പിന്നെ എന്നും പതിവുള്ളതാണല്ലോ. എന്താ അനന്തകൃഷ്ണൻ പറഞ്ഞേ? അല്ല, എന്നും പതിവുള്ളതാണല്ലോന്ന്. ഞാൻ ചെയ്തതും ചെയ്യണതും പറഞ്ഞതും പറയണതും ഒക്കെ അനന്തകൃഷ്ണൻ അറിയണ്ടല്ലോ. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഗുരുവായൂരമ്പലത്തിനകത്തേക്ക് കയറാൻ കൂടി അനുവാദമില്ലാത്ത ആളാ. എന്നിട്ടാ ഇങ്ങനെ? ഊഹിച്ചതാ തമ്പുരാട്ടിയെ, ഊഹിച്ചത്. ചെന്നോളെ. ഇരുന്നോളൂ, ജോലി മുടക്കണ്ട. എവിടെ ഗിരിജ തമ്പുരാട്ടിയുടെ വീട്? കുറെ വടക്ക് അനന്തകൃഷ്ണ. ആ നാടിന് പേരില്ലേ? പേരുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത് ശരിയാ. ഇപ്പൊ മഞ്ജുള തമ്പുരാട്ടിയും അങ്ങനെ എന്തോ പറഞ്ഞു. മനസ്സിലാവാത്ത കാര്യം. എന്ത്? വാസുദേവ കുടുംബം. വാസുദേവ കുടുംബം അല്ല മണ്ട, വസുദൈവ കുടുംബകം. വസുധ എന്ന് വെച്ചാ ഭൂമി, ഭൂമി തന്നെ കുടുംബം. ഓ, അങ്ങനെയല്ലേ? പൂന്താനം തിരുമേനി പറയണത് അത്രേ. പൂന്താനം തിരുമേനിയോ? അതെ, പാട്ടെഴുതിയിരിക്കണ തിരുമേനിയുണ്ടേ. എപ്പോഴും ഇവിടെ ഗുരുവായൂർ വരും. പാട്ടെഴുതണ തിരുമേനി അത്രേ. മഹാജ്ഞാനി അദ്ദേഹം. ഭാഗവതം അദ്ദേഹം വായിക്കണ കേട്ടാലേ പിന്നെ അവിടുന്ന് അനങ്ങാൻ തോന്നില്ല. ഓഹോ, അങ്ങനെയാണോ? പക്ഷേ എന്നെ പോലുള്ള കീഴ്ജാതിക്കാർക്ക് ഇതൊന്നും വായിച്ചു തരില്ല അദ്ദേഹം. ആരാ പറഞ്ഞേ? അദ്ദേഹത്തിന് അങ്ങനെ കീഴ്ജാതിന്നും മേൽജാതിന്നും ഒന്നുമില്ല. എന്താ നീ ആലോചിക്കണേ? ഭാഗവതം കഥ കേൾക്കണേനെ കുറിച്ചാ? സത്യം പറഞ്ഞ അല്ല തമ്പുരാട്ടി, ഞാൻ ആലോചിച്ചത് ആ കാളയെ കുറിച്ചാ. കാളയോ? ഏത് കാള? മറന്നോ? ഗുരുവായൂർ ക്ഷേത്രത്തില് എല്ലാവരെയും പേടിപ്പിച്ച കാള. തമ്പുരാട്ടിയുടെ കൂടെ വന്ന കാളയെ. കാളയുടെ കാര്യം ആദ്യം എന്നോട് ചോദിച്ചത് തമ്പുരാട്ടി തന്നെയാ. ഇപ്പൊ എവിടെ പോയത്? കാണാനില്ലല്ലോ. അത് അതിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ആരാ അതിന്റെ ഉടമസ്ഥൻ? ഉണ്ടാവും, ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. നല്ലൊരു കാളയാ അത്. കണ്ടാ തന്നെ ഇഷ്ടാവും. ഇഷ്ടോ? അതിനെ കണ്ട് പേടിക്കാത്തവരില്ല. പേടിക്കേ? നർത്തകന്മാരെ കണ്ട ആരാ പേടിക്കാ? നർത്തകനോ? നർത്തകൻ. ആ കാളേ നർത്തകൻ മാത്രല്ല, ഞാനുവാ. പൂന്താനം തിരുമേനി കാളൻ ഞാനുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? ഓ, അത് ശരിയാ. അതെങ്ങനെ എനിക്കറിയാ? ഊഹിച്ചത് തമ്പുരാട്ടി, ഊഹിച്ചത്. എവിടുന്നാണാവോ? പറഞ്ഞാൽ ഇച്ച് ദൂരത്തുനിന്ന് വരികയാണേ. എന്റെ ശ്യാലൻ പറഞ്ഞിട്ട് വരികയാണേ. അദ്ദേഹം അങ്ങോട്ട് കൽപ്പിച്ചു, വാസ്തവ താൻ ആ കുറൂരില്ലാത്തൊന്ന് പോവുക.